5ഉം 6ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചും പിടിച്ചുകൊണ്ടുപോയും വീതി വിതയ്ക്കുന്ന കേരളമേ, നിങ്ങളെ ഓർത്തുന്ന പേടിയാകുന്നു. സമീപകാലത്ത് ഇത്തരം വാർത്തകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അതിലെ പ്രതികളെ എല്ലാവരെയും അധികം വൈകാതെ തന്നെ പോലീസ് പിടിച്ചിട്ടുമുണ്ട്. എന്നാൽ പ്രതികൾക്ക് അർഹമായ ശിക്ഷ കൊടുത്ത് ഇരകൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണെന്ന്. അത്തരമൊരു വിധിയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. 2.5 വർഷം മുൻപ് വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി. അപകടമരണം എന്ന നിലയിൽ മാഞ്ഞു പോകുമായിരുന്ന ഈയൊരു കേസിൽ അല്പം വൈകിയാണെങ്കിലും തൊട്ടയൽവാസിയായ യുവാവ് തന്നെയാണ് പ്രതി എന്നത് ഏറെ വൈകാതെ പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതിയിൽ അത് തെളിയിക്കാനാകാതെ പോകുമ്പോൾ ഈ കേസിൽ അവരുടെ അനാസ്ഥ സംശയദൃഷ്ടിയോടെ നോക്കിപ്പോവുകയാണ് സമൂഹവും കുട്ടിയുടെ രക്ഷിതാക്കളും. വിധി വന്ന ഉടനെ മകൾ നഷ്ടപ്പെട്ട ആ പിതാവിന്റെ പ്രതികരണം നമ്മുടെ നിയമത്തിന്റെയും കോടതിയുടെയും അടച്ച കണ്ണുകൾ തുറന്നുകൊണ്ട് വേണം വിധി പറയാനെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പ്രതിക്ക് ശിക്ഷ കൊടുക്കാത്ത ഈ വിധി കൊണ്ട് തന്റെ മകൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ലെന്ന് വളരെ വൈകാരികമായാണ് ആ അച്ഛൻ പ്രതികരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറം മഞ്ചേരിയിൽ ഇതുപോലെ മകൾ നഷ്ടപ്പെട്ട ഒരു അച്ഛനെയാണ് ഈ വിധി വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. കൃഷ്ണപ്രിയ എന്ന തന്റെ മകളെ ഇല്ലാതാക്കിയ പ്രതിയെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ നിറതോക്കെടുത്ത് സ്വയം വെടിവെച്ച് കൊല്ലുമ്പോൾ മകൾക്ക് നീതി മാത്രമല്ല, പ്രതിയെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ സ്വയം വിധിയെഴുതി ശിക്ഷ വിധിക്കുക കൂടിയാണ് ആ പിതാവെന്ന് ചെയ്തത്. സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം.